നമ്മൾ വൈകുന്നേരത്തേക്കില്ലേ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കണത്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച വാട്ടി ഉണക്കിയ കപ്പയായത്. അതായത് കപ്പ പറിച്ചിട്ട് തൊണ്ട് കളഞ്ഞ് നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉപ്പും ചേർത്ത് പാത്രത്തിലിട്ട് വാട്ടിയിട്ട് വെള്ളം ഊറ്റി വെയിലത്ത് വെച്ച് ഉണക്കും. അങ്ങനെ ഉണക്കിയത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കപ്പയാണിത്. ഇതിലേക്ക് ഈ കപ്പ വേവിക്കുന്നതിന് മുമ്പ് ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തണം. നന്നായി സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം ഇത് വേവിക്കുന്നതിനായിട്ട് നമ്മളൊരു പ്രഷർ കുക്കറിൽ കപ്പ ഇടുക. എന്നിട്ട് അതിൽ നികക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും നമ്മളതിനകത്ത് ചേർക്കുക. അതിനുശേഷം ഇത് വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിൽ തന്നെ വെക്കുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ആവശ്യത്തിന് അരപ്പ് ചേർത്ത് ഇളക്കി എടുത്താൽ മതി. വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും സ്വല്പം കറിവേപ്പില കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കാം കേട്ടോ. ഉണക്കക്കപ്പ വേവിച്ചത് മുളക് ചുട്ട ചമ്മന്തിയും. ഈ മുളക് ചുട്ട ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് എല്ലാവരും ഒന്ന് പ്ലീസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അതിലൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ലിങ്ക്. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഇത് ഫുൾ ഫ്ലെയിമിലാട്ടോ വേവിക്കണത്. ഇത് നമുക്ക് എയർ വന്നു കഴിയുമ്പോൾ ഒരു വെയിറ്റ് ഇട്ടൊരു കഷ്ടി ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വേവ് കുറവാണെങ്കിൽ ഇച്ചിരി വേവിച്ചാൽ മതിയല്ലോ. ഇനി നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചില്ലേ, അതിനുള്ള അരപ്പ് തയ്യാറാക്കുക കേട്ടോ. അതിനു വേണ്ടി ഒരു മുറി തേങ്ങ, ഒരു 2-3 ദളം വെളുത്തുള്ളി, കപ്പയായതുകൊണ്ട് ഇച്ചിരി ഗ്യാസ് വരൂലേ, വെളുത്തുള്ളി, പിന്നെ 2-3 ദളം ചുവന്നുള്ളി, പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് മുളകും സ്വല്പം മഞ്ഞൾപ്പൊടി, ഇച്ചിരി വേപ്പില. ചിലർ ജീരകം ചേർക്കും. ഇവിടെ ജീരകത്തിന്റെ രുചി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത് നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ മിക്സിയിലിട്ടില്ലേ ഒന്ന് കറക്കിയാൽ മതി, അരഞ്ഞു പോകരുത്, ഒതുക്കിയെടുക്കണം. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണം സ്വല്പം. അത് ഞാൻ കാണിച്ചു തരാം. സ്വല്പം വെള്ളം ഒഴിച്ച് ഒതുക്കുകയെ പാടുള്ളൂ. എന്നാന്ന് വെച്ചാൽ കപ്പയുടെ കൂടെ അരഞ്ഞല്ല ഈ അരപ്പ്, ഉണക്കക്കപ്പയല്ലേ. തോരൻ ഒതുക്കണ പാകത്തിന് ഒന്ന് കറക്കിയാൽ മതി. ഇതേ എന്നിട്ട് സ്വല്പം വെള്ളവും ചേർക്കണം. വെള്ളം ചേർത്തില്ലെങ്കിൽ ഒതുങ്ങി കിട്ടൂല. ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് മിക്സിയിൽ ഒതുക്കിയെടുക്കാം. ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ എയർ കളഞ്ഞതിന് ശേഷം നമ്മൾ വിസിലൊക്കെ ഊരി തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ വേവ് കുറച്ചുകൂടി വരാനുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഒരു വിസിലും കൂടി വരാനായിട്ട് നമ്മൾ വീണ്ടും വേവിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം 2ാമത്തെ വിസിലും അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം അധികം, നമുക്ക് കുറച്ച് വെള്ളം അങ്ങ് ഊറ്റാതിന്ന്. വെള്ളം ഇത്രയും വെള്ളം കിടന്നാ സുഖം. ഇനി നമ്മൾ ഈ വെന്ത കപ്പയില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടതാ കേട്ടോ. സ്വല്പം വെള്ളം അധികമായിരുന്നുകൊണ്ട് വെള്ളം ഊറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം കാണിച്ച അരപ്പില്ലേ, തേങ്ങ, ഉള്ളി, മുളക്, മഞ്ഞളൊക്കെ ചേർത്ത് അത് ഇതിലേക്ക് ചേർക്കുക. ആ മിക്സ്, അരപ്പ് മിക്സ് ഒതുക്കിയതാ തേങ്ങ. നമുക്കിത് മിക്സ് ചെയ്യാം. മൊത്തം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പച്ചച്ചോവ അരപ്പിൻ്റെ പോകാനായിട്ടൊരു 2 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് ചൂടാക്കണം. ഗ്യാസ് ഓൺ ചെയ്ത് കുക്കറിൽ തന്നെ സിമ്മിലിട്ട പച്ചച്ചോവ പോവണ്ടേ. വിസിൽ വെക്കണോ? വേണ്ട, തുറന്നു വെച്ചാൽ മതി. ഇച്ചിരി വെള്ളം നമ്മൾ ഊറ്റിയത് വേണമെങ്കിൽ ചേർത്തേക്കാം, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ കണ്ടമാനം ഉണങ്ങും. നമ്മൾ ഇച്ചിരി വെള്ളം ഊറ്റിയെടുത്തില്ലാഞ്ഞോ, അത് സ്വല്പം അതിലൊഴിച്ചേച്ച് നമുക്കൊരു സിമ്മിൽ ഒരു 2 മിനിറ്റ് മതി. അരപ്പിൻ്റെ ഒരു സ്മെല്ലിന് മണം. അതാ എന്നാന്നറിയുമോ, ആ തേങ്ങയും ജീരകം നമ്മൾ ഇട്ടിട്ടില്ല. ജീരകം കൂടെ ഇട്ട് ഇച്ചിരി നല്ലതായിരിക്കും. ഇവിടെ ആർക്കും ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. സിമ്മിലിട്ടിട്ട് നമ്മൾ ഇത് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ സ്വല്പം കടുക് വറുത്ത് മീതെ ഇടും. അത്രേ ഉള്ളൂ പരിപാടി. കപ്പയ്ക്കില്ലേ സ്വല്പം കടുക് വറുത്തിടാം. അതൊരു പൊലിമയാ. കടുക് വറുത്ത ഒരു ടേസ്റ്റും കിട്ടും. വെളിച്ചെണ്ണയുടെ ഒക്കെ അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സ്വല്പം കടുക് ഇട്ടിട്ടുണ്ട്. ഉള്ളി മൂപ്പിക്കാനിട്ട് കേട്ടോ.
നമ്മൾ കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കാം. പഴയകാലത്തെ ഇതാണ് കപ്പ വെപ്പ്. ഇത് ഉണക്കക്കപ്പ. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടുകാലത്ത് വീടുകളിലൊക്കെ 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു രുചികരമായ വിഭവമാണിത്. ഉണക്കക്കപ്പ വേവിച്ചതും മുളക് ചമ്മന്തിയും അതീവ രുചികരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പണ്ട് കാലത്തെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ്. വളരെ സ്വാദിഷ്ടവുമാണ്. പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വാട്ടി ഉണക്കിയ കപ്പ നമ്മൾ വേവിക്കാനായിട്ട് എടുത്തത് കാരണം അത് വേവിച്ച് കഴിഞ്ഞാലും അതിനകത്ത് വലിയ തോതിലൊന്നും സ്റ്റാർച്ചൊന്നും ഉണ്ടാവില്ല. സാധാരണ പച്ചക്കപ്പയുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തോതിൽ സ്റ്റാർച്ച് ഉണ്ടാവില്ല. സ്റ്റാർച്ച് കുറേയൊക്കെ പോയിട്ടുണ്ടാകും. കാരണം ഇത് വാട്ടി ഉണങ്ങിയ കപ്പയാണ് നമ്മൾ വേവിക്കാൻ എടുത്തിരിക്കുന്നത്. അത് വേവിക്കാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഉണങ്ങിയ കപ്പ നമ്മൾ ആദ്യം 5 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തണം. അതിനുശേഷം വെള്ളം ഊറ്റിയതിന് ശേഷമാണ് നമ്മൾ പ്രഷർ കുക്കറിൽ ഇത് വേവിക്കാനായിട്ട് വെച്ചത്. ഇങ്ങനെ ഉണങ്ങിയ കപ്പ നമുക്കിപ്പോൾ പുറത്ത് കടകളിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് ലഭിക്കുന്നതാണ്. പണ്ടുകാലത്ത് ഇത് വീടുകളിലൊക്കെ നമ്മൾ ഉണക്കിയെടുക്കുന്നതായിരുന്നു. ഇപ്പോൾ നമുക്കിങ്ങനെ വാട്ടി ഉണങ്ങിയതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഇതുപോലെ വേവിക്കാൻ. കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷായിട്ടിരിക്കും. സാധാരണ എപ്പോഴും പച്ചക്കപ്പയാണല്ലോ നമ്മൾ വേവിക്കാനായിട്ട് എടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കും. ടേസ്റ്റിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് ഒരു ദിവസം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കിത് വെച്ചിട്ട് പറ്റും. പിന്നെ അതുപോലെ നമ്മളിവിടെ ഈ വാട്ടിയ കപ്പ വേവിച്ച് കഴിഞ്ഞപ്പോൾ 2 വിസിലുകൊണ്ട്, പ്രഷർ കുക്കറിലെ 2 വിസിലുകൊണ്ട് നമുക്കിത് വെന്ത് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ അടിച്ച് അതിൻ്റെ എയറൊക്കെ പോയി കഴിയുമ്പോൾ പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. വേവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടി നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തുറന്നു നോക്കാം. അപ്പോൾ അതിൻ്റെ വേവ് ഏകദേശം കറക്റ്റായിട്ടുണ്ടാകും. നമുക്കിവിടെ 2 വിസിലിൽ ഇത് വെന്ത് കിട്ടി. അപ്പോൾ കറക്റ്റ് വേവാണ്. നമുക്ക് ഇനിയും വേവിക്കാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഈ വേവ് കറക്റ്റായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിൻ്റെ വേവ് എത്രത്തോളം വേണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മുളക് ചുട്ട ചമ്മന്തിയും ഉണക്കക്കപ്പ വേവിച്ചതും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും വീഡിയോയുടെ തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് റെഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രിപ്ഷന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനിയും ഒരുപാട് ട്രഡീഷണൽ ടേസ്റ്റി ഡിഷസ് ആൻഡ് സ്പെഷ്യൽ ഡിഷസ് ആയിട്ട് മമ്മാസ് കിച്ചൺ ഇനി വീണ്ടും വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മമ്മാസ് കിച്ചൺ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. See you.